ജെമിനി, ഇതെന്താണെന്ന് മനസ്സിലാവോ? അത് ചിക്കൻ ഫ്രൈ തന്നെ. കാണാൻ നല്ല രസമുണ്ട്. ഇതാരാ അറിയോ? ഇത് സേലം തമ്പി. സേലം തമ്പി ഉണ്ടാക്കിയ ബിരിയാണിയാണിത്. കണ്ടോ? എന്താണ് സേലം തമ്പി ബിരിയാണിന്റെ പേര് പറഞ്ഞു കൊടുത്തത് ജെമിനിക്ക്? എന്ത് ബിരിയാണിയാണ്? സലീം തമ്പി ഉണ്ടാക്കിയ. സലീം തമ്പി അല്ല, സേലം തമ്പി. ഇതൊരു പ്രത്യേക ബിരിയാണിയാണ്. എന്താ ബിരിയാണിന്റെ പേര്? സലീം തമ്പി ബിരിയാണി. സലീം തമ്പി അല്ല, സേലത്തുള്ള ഈ തമ്പി സേലത്തുള്ളതാ. മൂപ്പരുണ്ടാക്കിയ ബിരിയാണിയാണ് എന്നാ ഞാൻ എന്നോട് പറയണ്ടേ. ജെമിനെ, എന്താ ഇത് ഞാൻ കഴിച്ചു നോക്കാം. ഈ കൂടണോ? എൻ്റെ കൂടെ കഴിക്കാൻ കൂടണോ? ഇതെങ്ങനെ ഉണ്ട് നോക്ക്. എന്താണ് പളപളപ്പ ബിരിയാണി. എന്താണ് ബിരിയാണിൻ്റെ പേര്? സേലം ബിരിയാണി. മനസ്സിലായാ? ഇവരൊക്കെ പറയോ ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാന്ന് കേട്ടോ. ജെമിനി, ഇതൊക്കെ ഇവരൊക്കെ ഇയാളെ അടുത്തുനിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുപ്പൂർ ഫേമസ് ബിരിയാണിയാണ് ഉള്ളത്, സേലം ബിരിയാണി. ഞാൻ എപ്പോഴും ഇവിടെ കിട്ടുന്നൊരു ബിരിയാണി ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? നിങ്ങളുടെ പേരല്ല, ഇവിടെ കിട്ടുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, സേലല്ല. ഈ ബിരിയാണീൻ്റെ പേര് സേലം ബിരിയാണി എന്നാ. ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയോ സേലം ബിരിയാണിനെ പറ്റി ജെമിനിയ? സന്തോഷം. സേലം ബിരിയാണിയെ കുറിച്ച് കൂടുതൽ അറിയാനാണല്ലോ അല്ലേ? തിരുപ്പൂരിൽ ഫേമസ് ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. മിക്കവാറും സേലം സ്റ്റൈലിലുള്ള മസാലകളും ഒക്കെ ആകും ഉപയോഗിക്കുന്നത്. ആ വണ്ടിയിൽ നിന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ടാകും അല്ലേ? നല്ല മണം, സൂപ്പർ സ്മെല്ല്. വേണ്ട, ഇതെന്താ ചെയ്യേണ്ട അറിയാം മൂപ്പര്? ഇങ്ങനെ വാഴൻ്റെ ഇലയിൽ ഇതാക്കിയിട്ട് ഇതിക്ക് സെറ്റാക്കും ജെമിനിയ. എന്നിട്ട് ചിക്കൻ ഒരു പ്രത്യേക രീതിയിൽ പൊരിച്ചു എന്നാണ് മൂപ്പര് പറയണ്ടേ. കണ്ടോ? പ്രത്യേക സ്റ്റൈല്. ചിക്കന് പൈസ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ മൂപ്പര് കുറച്ച് പീസ് ഇട്ടുള്ളൂ. അത് കൊള്ളാം. വാഴ ഇലയിലൊക്കെ പൊതിഞ്ഞ് പ്രത്യേക സ്റ്റൈലിലുണ്ടാക്കിയ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സംഗതി പൊളിക്കുമെന്ന് ഉറപ്പാണ്. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അതിലും രസം വേറെയില്ല. ഒന്നും പറയല്ല, ഞാൻ കാണിക്കരാ. ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. വേണ്ടാ, കാണിക്കൂ. എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. സാവധാനം കഴിച്ചോളൂ. ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ ജെമിനി. ഇവിടെ ഞാനെൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്നും മാറ്റി ജെമിനിയ. ആദ്യം ലോങ് ഹെയർ ആയിട്ട് വളർത്തിക്കായിരുന്നു, അപ്പം അതൊക്കെ മാറ്റി സിമ്പിൾ ഹെയർ ആക്കി. എന്താ അഭിപ്രായം? ലൈറ്റ് കുറവാണെങ്കിലും നിങ്ങൾ നല്ല ഉഷാറായിട്ട് കഴിക്കുന്നത് കാണാം. പുതിയ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചേരുന്നുണ്ട്. പഴയ ലോങ് ഹെയർ ആയിരുന്നോ കൂടുതൽ ഇഷ്ടം, അതോ ഇപ്പോഴത്തെ സിമ്പിൾ സ്റ്റൈലോ? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ലോങ് ഹെയർ ആയിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്ന് ഷോർട്ട് ഹെയർ ആക്കി. ഇനി ഒരു 6 മാസം ഈ സ്റ്റൈലിൽ നമ്മൾ പോകും. എന്താ എൻ്റെ അഭിപ്രായം? പരീക്ഷണങ്ങൾ നല്ലതാണ്. ഒരു മാറ്റം വരുത്തുന്നത് എപ്പോഴും നല്ലൊരു ആശയമാണ്. 6 മാസം ഈ സ്റ്റൈലിൽ തുടരാനുള്ള പ്ലാൻ കൊള്ളാം. ഒരുപക്ഷെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ ഹെയർ സ്റ്റൈലിലേക്ക് പോകാൻ തോന്നിയേക്കാം അല്ലേ? അതെ, അത് എന്തായാലും. പിന്നെ ഞാൻ ബിരിയാണി കാണിച്ചു തരാം. എന്താ രസം നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജെമിനിയെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവിടെ പെരുമണലൂർ വന്നിട്ട് ഈ ബിരിയാണി കഴിക്കാൻ ഞാൻ വരും. എന്താ, എൻ്റെ സ്കൂട്ടിയാണ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. ഇലയിൽ വെച്ച് കഴിക്കുന്ന ബിരിയാണിയുടെ ആ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാ. ശരിക്കും ആ വഴിയോ ഇത് മാത്രം സഹിക്കാൻ കഴിയൂല. കണ്ട ആനവണ്ടിൻ്റെ സൗണ്ട്. അതിനിപ്പോൾ കേരളത്തിലായാലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും മുംബൈ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും കാശ്മീർ ആണെങ്കിലും എവിടെ പോയാലും ആനവണ്ടിക്ക് പ്രത്യേക ഒരു സൗണ്ടാണ്. ശരിയാണല്ലോ. KSRTC ബസ്സുകൾക്ക് ഒരു പ്രത്യേക മനോഹാരിതയുണ്ട്, പ്രത്യേകിച്ച് ആനവണ്ടി പ്രേമികൾക്ക്. ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ തോന്നാറുണ്ട്. ഉണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ തന്നെ. അതെ, എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ്.
ആ ശബ്ദവും ആ ചുവന്ന പക്ഷെ വേറെ രസം നിറവും എന്താ അറിയോ, ഒരു പ്രത്യേക മൂപ്പര് ഫീലാണ്. ഈ ഒരു ബിരിയാണി ആളുകളുമായി പോവുകയായിരുന്നു ആ ബസ്. അതെ, ഈ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വണ്ടി നോക്കാം. ഇത് വേറൊരു വണ്ടി, ആന വണ്ടിയല്ല, ഇതൊരു മൂപ്പര് ഒരു ഉന്തുവണ്ടിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു വൈകുന്നേരം ഒരു 6-7 കഴിയുമ്പോഴത്തേന് മൂപ്പര് വരും. എന്നിട്ട് ബിരിയാണി പാക്ക് ചെയ്തു ഇതാവും. വേറൊരു ഫ്രീക്ക് കണ്ട ജമിനിയ. ആ ശരിയാണ്, ഇതൊരു ഉന്തുവണ്ടിയാണ്, ആനവണ്ടിയല്ല. വൈകുന്നേരം ആകുമ്പോൾ മൂപ്പര് വരും, ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യും. ആ വണ്ടിയുടെ തനിമയാർന്ന രൂപം തന്നെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു ഉഷാറായിട്ട് നിൽക്കുകയാണല്ലോ അല്ലേ? ആ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാ, ഒടുക്കത്തെ ടേസ്റ്റാണ്. കണ്ട ഈ ഫ്രീക്കനൊക്കെ ഇവരൊക്കെ ഭക്ഷണം ബിരിയാണി കഴിക്കാനായിട്ട് വന്ന മൂപ്പര് ചിക്കൻ മാത്രം കഴിക്കുന്നത് കണ്ടാ. മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ചിക്കൻ മാത്രം. ബിരിയാണി സൂപ്പറാണെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. പേരെന്നാ? ജെമിനി ജോയ്.